സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റ് ആയിട്ടും പവർ ആയിട്ട് നിൽക്കല്ലേ മക്കളെ. അപ്പൊ നമ്മുടെ ലൈവില് നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മിസ്സേ എന്ത് ദാ ഇവിടെ കാണുന്ന എസ് ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ നമുക്ക് ഓൺ എക്സാമിന് എസ് വരും. അപ്പം ഒരു എസ് എന്ന് പറയുമ്പോൾ 8 മാർക്കിനാണ്. അപ്പൊ എങ്ങനെ എഴുതേണ്ടത് നമുക്ക് അറിയില്ല, ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറില്ല. അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ ലൈവിന് എടുക്കും. ലൈവിന് ശേഷമുള്ള നിങ്ങളെ കമന്റ് സെക്ഷനിൽ മിസ് കാണുന്നതാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. സോ എസ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മക്കളെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഒരു എസ് എഴുതണം എന്നുള്ള ഒരു വീഡിയോ മിസ് ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വീഡിയോ സെക്ഷൻ എടുത്താൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. സോ ആ ഒരു കാര്യം, അതായത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മക്കൾ അതുകൂടെ കണ്ടു നോക്കാം. അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഐ യു റെഡി? യെസ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ഇന്ത്യ ആയിട്ടും പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് നമ്മൾ പോയത്? ആഫ്റ്റർ ഇതിനു ശേഷം നമ്മൾ എന്തൊക്കെ കോൺസിക്വൻസ് ആണ്, പരിണിത ഫലങ്ങളാണ് ഫേസ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ? സ്ഥിരമായിട്ട് മക്കളെ ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ടീഷന്റെ പ്രോസസ്സ് പറയാം മക്കളെ. മിസ് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു കളർ സൂട്ട് ചെയ്യാം. യെസ് മക്കളെ, ആദ്യം തന്നെ പറയുന്നത് മൗണ്ട് ബാറ്റന്റെ പ്ലാനിനെ കുറിച്ചിട്ടാണ്. 1947 എന്ത് സംഭവിക്കുന്നു? 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ഇവിടെ പറയുന്നത് ജൂണിനെ കുറിച്ചാണ്. ജൂലൈ കഴിഞ്ഞിട്ടാണ് ഓഗസ്റ്റ് വരുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുന്നല്ലേ, ഒന്നല്ല അതിന്റെ മുന്നത്തെ മാസം ജൂൺ മാസം നടക്കുന്ന സംഭവമാണ്. ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യുകയാണടാ? ഒരു പ്രപ്പോസൽ വെക്കും. പ്രപ്പോസൽ വെക്കുക മാത്രമല്ല, ഈ പ്രപ്പോസ് എ പ്ലാൻ, ഒരു പ്ലാന് കൊണ്ടുവരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയായിട്ടും പാകിസ്ഥാനുമായിട്ടും എന്തു ചെയ്യുക? ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാന് കൊണ്ടുവരുന്നു. അതിനുശേഷം നടന്ന പ്രോസസ് എന്താണ്? റാഡ്ക്ലിഫിന്റെ ലൈനാണെടാ മക്കളെ. സർ സിറിൽ റാഡ്ക്ലിഫ് drew the border between India and Pakistan, which was announced on August 17, 1947. മക്കളെ, റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു കൊണ്ടിട്ട് അവിടെ എന്താണ്? ഒരു ബോർഡർ വരയ്ക്കുകയാണ്. ഈ ബോർഡറിനുള്ളിലുള്ളവർ ഈ ഒരു ബോർഡർ എന്താ? ഇന്ത്യ എന്നും ഇതെന്താ? പാകിസ്ഥാൻ എന്നും പറഞ്ഞിട്ട് ഇന്ത്യയെ 2 ഭാഗങ്ങളാക്കി മാറ്റുന്നു. അത് ആരാ മാറ്റിയത്? നമ്മുടെ റാഡ്ക്ലിഫ് ആണ്. എന്നിട്ട് അതെന്നാണ് അനൗൺസ് ചെയ്യുന്നത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 17-ാം തീയതി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ കാര്യം അനൗൺസ് ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഇന്ത്യയും പാകിസ്ഥാനും കണി കണ്ടുണർന്നപ്പോൾ ആളുകള് സന്തോഷിച്ചു വരുന്ന ഒരു മൊമെന്റിലാണ് എല്ലാവരെയും സങ്കടക്കടലിലാഴ്ത്തിയ എന്ത് വന്നത്? പാർട്ടീഷൻ, വിഭജനം വന്നതല്ലേ. അതിന് അനൗൺസ്മെന്റ് നടക്കുന്നത് എന്താണ്? 1947 ഓഗസ്റ്റ് 17-ാം തീയതി. ഇവിടെ മക്കളെ നോക്കിക്കേ, അതിനുശേഷമുള്ള പ്രോസസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മാസ് മൈഗ്രേഷൻ ആണ് കാണുന്ന മക്കളെ. 1-2 ആളുകളല്ല, മില്യൺസ് ഓഫ് ഹിന്ദുസും മുസ്ലിംസുകളും മൈഗ്രേറ്റ് ചെയ്യുകയാണ് മക്കളെ പുതിയ ബോർഡറിലേക്ക്. ഇപ്പം എന്റെ മക്കള് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? അതിലൊരു സീനുണ്ട്. ഇങ്ങോട്ട് വന്ന തമിഴ്നാട്, ഇങ്ങോട്ട് വന്ന കേരളം എന്നല്ല. കാരണം അവരെ ബോർഡറിലാണ് ആ ഒരു ഹൗസ് വരുന്നത്. അതേപോലെ തന്നെയാ ആളുകൾക്ക് എങ്ങോട്ടാ? ഞങ്ങൾ പാകിസ്ഥാൻ ആളുകളാണോ അല്ലെങ്കിൽ നമ്മള്
ഇന്ത്യയുടെ ആളുകളാണെന്നും അറിയുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യയും മുസ്ലിംസുകൾക്ക് വേണ്ടി പാകിസ്ഥാനും പറഞ്ഞിട്ടാണ് രണ്ടായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ചത്. അങ്ങനെ പുതുതായിട്ട് ഫോം ചെയ്ത ഈ ബോർഡിലേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായ മക്കളെ, മില്യൺസ് ഓഫ് ആളുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. ഇത് എന്തിന് കാരണമായി? വയലൻസ്, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള വയലൻസും അതേപോലെ ആളുകളൊക്കെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. അവര് ജനിച്ചു വളർന്ന ഭൂമിയിൽ നിന്ന് അവരെ ഡിസ്പ്ലേസ്ഡ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണ്. ദെൻ ഡിവിഷൻ ഓഫ് അസറ്റ്സ് ആണ് മക്കളെ കാണുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കയ്യിലുണ്ടായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോഴാണ് നമ്മൾ ആ ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അവരുടെ കയ്യിലുള്ള അസറ്റ്സും അതേപോലെ മിലിറ്ററിയും അഡ്മിനിസ്ട്രേഷൻ റിസോഴ്സസ് ഇതെല്ലാം ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് ഇവരെന്ത് ചെയ്തു കൊടുത്തു? വിഭജിച്ചു കൊടുത്തു. അതാണ് നമ്മളെ ഈ ഒരു വിഭജനത്തിന്റെ അഥവാ നമ്മുടെ പാർട്ടീഷന്റെ പ്രോസസ് എന്ന് പറയുന്നത്, പ്രക്രിയ. ഇനി നമുക്ക് ഈ പാർട്ടീഷൻ കാരണം നമുക്ക് ഉണ്ടായ കോൺസിക്വൻസസ് എന്താണ് നമുക്ക് നോക്കാം. മക്കളെ, ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് അവിടെ ഉടലെടുക്കുകയാണ്. ഇവിടെ മക്കൾ നോക്കിക്കേ, ദ പാർട്ടീഷൻ റിസൾട്ട് ഇൻ വൺ ഓഫ് ദ ലാർജസ്റ്റ് മാസ് മൈഗ്രേഷൻ ഇൻ ഹിസ്റ്ററി. മക്കളെ, ഏകദേശം 2 മില്യണോളം ആളുകൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. 14 മില്യണോളം ആളുകൾ എന്തു ചെയ്തു? യെസ്, ഡിസ്പ്ലേസ്ഡ് ചെയ്യപ്പെട്ടു. ആളുകൾക്ക് അറിയില്ലടാ അവർ ഇന്ത്യയിലാണോ ജീവിക്കേണ്ടത് പാകിസ്ഥാനിലാണോ. 14 മില്യണോളം ആളുകളാണ് സ്ഥാനമാറ്റം സംഭവിച്ചു, ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പല സ്ഥലങ്ങളിലെത്തിയ. 2 മില്യണോളം ആളുകൾ എന്ത് ചെയ്തു? മരണപ്പെടുകയാണ് അല്ലേ ചെയ്തത്. ദെൻ കാശ്മീർ ഡിസ്പ്യൂട്ട് നോക്കിക്കേ. ഇങ്ങനെ വിഭജിച്ചതോടുകൂടെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? കാശ്മീർ റീജിയൻ പിടിച്ചെടുക്കാനുള്ള ഒരു ത്വരയും കാര്യങ്ങളും ആരുടെ ഇടയ്ക്ക്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയ്ക്ക് ഉണ്ടാകാനും. അതെന്താണ്? ഈവൻ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും പൂർണ്ണമായിട്ട് ആ ഒരു ഇഷ്യൂ, ആ ഒരു ഡിസ്പ്യൂട്ട്, ആ ഒരു തർക്കം എന്ത് ചെയ്തില്ല? പരിഹരിച്ചില്ല. അന്നും ഇന്നും എന്താണ്? വിഭജനത്തിന്റെ മുറിവ് തന്നെയായിട്ട് നമുക്ക് എന്ത് കാണാം മക്കളെ? ഈ ഒരു കാശ്മീർ ഇഷ്യൂ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ആജന്മ ശത്രുക്കളെ പോലെ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടീഷൻ കാരണമായി എന്നാ പറയുന്നത്. അന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഒരു കൈപ്പേറിയ ഇവരുടെ ഒരു ബന്ധം, ആ ഒരു ബിറ്റർ റിവൽറി എന്താ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്ന് പോകുന്നു. ഓൺഗോയിങ് ആയിട്ട് പല ടെൻഷൻസും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ഇത്തരത്തിലുള്ള നല്ലൊരു ബന്ധമല്ല, ഒരു മോശകരമായുള്ള ഒരു റിലേഷൻ. ആൻഡ് അടുത്തത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് മക്കളെ നമ്മൾ നോക്കുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റിൽ എന്താ പറയുന്നത്? നമുക്ക് സാമൂഹികപരമായും സാമ്പത്തികപരമായിട്ടും രണ്ട് കൺട്രിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം, ഒരുപാട് കമ്മ്യൂണിറ്റീസിനും ഒരുപാട് ഫാമിലിക്കും അവരുടെ വീടും കൂടും എല്ലാം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒക്കെ ഡിവൈഡ് ചെയ്തു പോയില്ലേ. നമ്മുടെ സൊസൈറ്റി ആയാലും അവരുടെ വെൽത്ത് ആയാലും ഒക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇതൊക്കെ നമുക്ക് വിഭജനം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉണങ്ങാത്ത മുറിവുകളാണ് മക്കളെ. അപ്പം ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഈ എസ് എ എന്റെ മക്കള് ശ്രദ്ധിച്ചു എന്നറിയില്ല. മിസ് ഇവിടെ എന്താ 1, 2 എന്നൊക്കെ കൊടുത്തിട്ട് 3, 4 എന്നൊക്കെ കൊടുത്തിട്ട് ചില കാര്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് സുദ്ദേശ് ഒരു കളർ ചേഞ്ച് കൊടുത്തിട്ട് കുറച്ച് ബോൾഡ് ആയിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് സെന്റൻസിൽ നിന്ന് ഒന്ന് ബോൾഡ് ആയി കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനാണ് അത്തരത്തിൽ ബോൾഡ് ആയി കൊടുത്തത്? ഈ ഒരു കോൺസിക്വൻസസിൽ മാത്രമല്ല, അതിന് മുന്നേ നമ്മൾ ഇതാ നോക്കിയ ഈ പ്രോസസ്സിലും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അതെന്തിനായിരിക്കും മക്കളെ ചെയ്തത്? പറഞ്ഞുതരാം. ഇതൊരു എസ് എ ആണ്. ഒരു എസ് എ എല്ലാവരും എല്ലാ കുട്ടികളും ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരേപോലെ എഴുതിയാൽ ഒരേ മാർക്ക് വീഴണം എന്നില്ല മക്കളെ. വീഴണം എന്നില്ല എന്നല്ല, വീയില്ല. കാരണം ടീച്ചർ ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ തന്നെ എല്ലാവരും പേപ്പറിൽ നോക്കുമ്പം എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം. എത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല മക്കളെ. പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ മിസ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ അതൊന്നും കൂടെ കാണും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളൊരു എസ് എ വരുന്ന സമയത്ത് ആദ്യം നമ്മളോട് 2 കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. എന്തൊക്കെയാ ചോദിച്ചത്? ഒന്ന് പ്രോസസ്സും അതേപോലെ കോൺസിക്വൻസസും. ഈ 2 കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു, അത് നമുക്ക് കൊടുക്കണം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ഓഫ് പാർട്ടീഷന്റെ പ്രോസസ്സ്. അതിൽ പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം മൗണ്ട് ബാറ്റന്റെ പ്ലാന് സൈഡ് ഹെഡിങ് ആയി കൊടുത്തു, അതിനെക്കുറിച്ച് എഴുതി. അത് കഴിഞ്ഞ ശേഷം
റാഡ്ക്ലിഫിന്റെ ലൈന് കൊടുത്തു, അത് സൈഡ് ഹെഡിങ് ആയി. അപ്പൊ ഇതൊക്കെ ഏത് സമയത്ത് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് 1 2 ഇങ്ങനെ നമ്പർ ഇട്ട് നിങ്ങൾ എഴുതണം, അണ്ടർലൈൻ ചെയ്യണം. ഇങ്ങനെ ഇതിൽ മിസ് ഓൾറെഡി ഡാർക്ക് ആക്കിയോണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടില്ല. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനൊരു അണ്ടർലൈന് കൂടെ അവിടെ കൊടുക്കാം. ദെൻ ഇവിടെയും കണ്ടില്ല മാസ് മൈഗ്രേഷൻ, അതേപോലെ ഡിവിഷൻ ഓഫ് അസറ്റ്സ് കൊടുക്കാം. അപ്പൊ ഇതുവരെയാണ് പാർട്ടീഷന്റെ പ്രോസസ് ഉള്ളത്. ഇനി അങ്ങോട്ട് നമുക്ക് പാർട്ടീഷന്റെ കോൺസിക്വൻസ് ആണ്. സോ അടുത്ത ഹെഡിങ് ആയിട്ട് നമ്മളത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ സൈഡിൽ നമ്പറൊക്കെ ഇട്ടിട്ട് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, കാശ്മീർ ഡിസ്പ്യൂട്ട്, ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്ട് ഇത്തരത്തിൽ കൊടുക്കാം. ഈ ഒരു കാര്യം മക്കളെ മറന്നു പോകരുത്. ഇതേ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക് വരുന്ന എസ് എ ആണ്. നമുക്ക് അങ്ങോട്ട് പിടിച്ചെടുക്കണ്ടേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയിടാം. ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ എക്സ്പ്ലെയിൻ ദ മെയിൻ കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇവിടെ എന്റെ മക്കളോട് ചോദിച്ചിരിക്കുകയാണ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നില്ലേ? അപ്പൊ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലടാ, ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എസ് എ വരിക ചൈനയെ കുറിച്ചാണ്. ഇത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ ഉള്ളത് എന്റെ മക്കള് കണ്ടല്ലോ. ആ ക്ലാസ് എടുക്കുമ്പോഴേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ചൈന, ഇന്ത്യ ചൈനയും ഇന്ത്യ പാക്കും ആണ് അല്ലെ. അപ്പൊ ഇന്ത്യ ചൈന വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഇവര് നമ്മളോട് സൈഡ് ഹെഡിങ്സ് ഇന്നതാണ്, ഇതിന്റെ അണ്ടറിൽ നിങ്ങൾ എഴുതിയാൽ മതി എന്നുള്ളൊരു ഫേവർ കൂടി അവർ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഹെഡിങ് എന്ത് ചെയ്യണം, ദലൈലാമ ഇഷ്യൂ, ബോർഡർ ഡിസ്പ്യൂട്ട്, വാർ ഓഫ് 1962, കോൺസിക്വൻസ് ഓഫ് ദ വാർ. സോ 1 2 3 4 4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. 1 2 3 and 4 4 കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. എത്ര മാർക്കാണ്? യെസ്, 8 മാർക്കാണ് നമുക്ക് വാങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? ഓക്കെ മക്കളെ, ആദ്യം നമ്മളോട് ചോദിച്ചത് മെയിൻ കൺഫ്രണ്ടേഷൻസ് ആണ്. ഇതാ നോക്കിക്കേ, മെയിൻ കളർ ഒന്ന് മാറ്റി തരാം, നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാലോ. മെയിൻ കൺഫ്രണ്ടേഷൻ ആണ് ചോദിച്ചത്. മെയിൻ കൺഫ്രണ്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അതിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങളും വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ദലൈലാമന്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കാം. എന്താണ് ദലൈലാമക്ക് ഇത്ര ഇഷ്യൂ ഉള്ളത് നമുക്ക് നോക്കാം അല്ലേ? യെസ് മക്കളെ, 1959 ആദ്യം തന്നെ മിസ് പറഞ്ഞോട്ടെ, ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് ടിബറ്റ് എന്ന് പറയുന്ന ഒരു റീജിയനിലാണ്. അപ്പം ഈ ദലൈലാമനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് മിസ് അത് പറഞ്ഞത്. ടിബറ്റ് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാനും ഇടയിലെ, ഇന്ത്യയും പാകിസ്ഥാനും, ഇപ്പം നമ്മളെ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞാണല്ലോ, അതുകൊണ്ട് അങ്ങോട്ടായി പോയതാ. ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള ചെറിയൊരു കൺട്രിയാണ്. അപ്പൊ തുടക്കം മുതലേ ചൈനയില് ഞങ്ങൾക്ക് ആധിപത്യം വേണമെന്ന് പറഞ്ഞിട്ട് ചൈന ടിബറ്റിൽ ആധിപത്യം വേണം, ഞങ്ങൾ എടുക്കുകയാണ്, നമ്മൾ തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളതാണെന്ന് പറഞ്ഞിട്ട് തുടക്കം മുതലേ ആര് പറഞ്ഞു കൊടുക്കുന്നത്, ചൈന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഓക്കെ എടുത്തോളൂ, പക്ഷെ നിങ്ങൾ കുറച്ച് സ്വയംഭരണാവകാശമൊക്കെ അവർ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ചൈനക്കാര് ടിബറ്റുകാരോട് ഇതൊന്നും ചെയ്തില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. അവരുടെ ആർമീനെ വിട്ടിട്ട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായി. അവസാനം അവിടെ നിക്കക്കള്ളില്ലാതെ നമ്മുടെ ടിബറ്റിലെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമ ഇന്ത്യയിൽ വന്ന് അഭയം ചോദിക്കുന്നു. അങ്ങനെ അഭയം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം 1959 ഇന്ത്യയിൽ വരുന്നത്, അഭയം ചോദിക്കുന്നത്. അപ്പം ഇവര് തുടക്കത്തിലൊക്കെ ഇന്ത്യയും ചൈനയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നെഹ്റു മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചശീല തത്വങ്ങൾ, പഞ്ചശീൽ ട്രീറ്റി ഒപ്പുവെച്ചിരുന്നു. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 തത്വങ്ങളാണ്, 5 കാര്യങ്ങളാണ്, പോളിസിയാണുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു രാജ്യം മറ്റുള്ള രാജ്യത്തിന്റെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടരുത് എന്നുള്ള കാര്യം. അങ്ങനെ ദലൈലാമയുടെ പ്രശ്നം എന്ത് ചെയ്യാണ്, ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്തു, നമ്മൾ സോൾവ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ സമയത്ത് ചൈനക്കാര് പറഞ്ഞു, നിങ്ങള് ഞങ്ങളെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെട്ടു. അങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എന്ത് ചെയ്തു, പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഒരു റെഫ്യൂജിനെ പോലെ വന്നതായിരുന്നു നമ്മുടെ ദലൈലാമ. അങ്ങനെ ചൈന ഒരു മോശപരമായിട്ടുള്ള രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതെന്ത് ചെയ്യാണ്, അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യത്തിൽ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളുണ്ടായി. അതാണ് ഒന്നാമത്തെ ദലൈലാമന്റെ ഇഷ്യൂ.
രണ്ടാമത്തെ ഇഷ്യൂ എന്താ നോക്കിക്കേ മക്കളെ, ബോർഡർ ഡിസ്പ്യൂട്ട്. മക്കളെ തുടക്കം മുതലേ ബ്രിട്ടീഷുകാരായിരുന്നു, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് അവർ ഈ ബോർഡറൊക്കെ വരച്ചു വെച്ചതാണ്. നമ്മൾ റാഡ്ക്ലിഫ് ലൈനില്ലേ, അങ്ങനെ വരച്ചു വെച്ചതാണ്. അപ്പം നമ്മളെ ചൈനക്കാര് പറയാണ് അക്സായ് ചിന്നുള്ള നമ്മുടെ കാശ്മീരിലെ അക്സായ് ചിൻ എന്നുള്ള പ്രദേശവും അതേപോലെ അരുണാചൽ പ്രദേശിലെ NEFA എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഞങ്ങളതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ചൈനക്കാര് വാദിച്ചു കൊടുക്കാം. അപ്പൊ ഇന്ത്യക്കാർ പറഞ്ഞു നമുക്ക് ഇതിൽ കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊന്നും നടത്താനില്ല, കാരണം ഓൾറെഡി അതൊക്കെ ബ്രിട്ടീഷുകാർ തന്നെ കൊളോണിയൽ റൂളിന്റെ സമയത്ത് തന്നെ അത് നമ്മൾ സെറ്റ് ചെയ്തതാണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരം ഇവരെന്ത് ചെയ്യാണ്, നമ്മുടെ ചൈനക്കാർ ഇന്ത്യക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ഇവരെന്ത് ചെയ്യുകയാണ് മക്കളെ, എന്ത് ചെയ്യാണ്, യെസ്, ബോർഡറിൽ ഇവര് റോഡ് പണിയാണ് ചെയ്യുന്നത്. റോഡും കാര്യങ്ങളൊക്കെ ഇവര് ചില ഏരിയകളിലൊക്കെ പണിയുന്നു. എന്നിട്ട് അവരുടെ ഒരു സ്ഥലമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ ഇവർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എന്തായിട്ട് നമ്മുടെ ചൈനയുമായിട്ട് ഇന്ത്യക്കുണ്ട്. ഓക്കെ, ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ട് ആണ് ഇവർ തമ്മിൽ മക്കളെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മള് അപ്പൊ ഇതിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് പോവാം അല്ലെ. നമ്മള് ദലൈലാമ ഇഷ്യൂ നമ്മൾ പഠിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു, ബോർഡർ ഡിസ്പ്യൂട്ടും പറഞ്ഞു. ഇനി നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ. ഏതാണ്? വാർ ഓഫ് 1962. ഇവിടെ മക്കളെ നടക്കുന്നത് എന്താ, ചൈനീസ് അഗ്രഷനും ഇന്ത്യൻ ഡിഫീറ്റും ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ദാ ഇവിടെ നോക്കിക്കേ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്. ചൈനീസ് അഗ്രഷൻ എന്ന് പറയുന്നത് മക്കളെ 1962 ഒക്ടോബറിൽ ആര്, ചൈനക്കാര് യാതൊരു വിവരവും കാര്യങ്ങളൊന്നും അപ്ഡേഷനും അല്ലെങ്കിൽ അവരോട് ഞങ്ങളിങ്ങനെ യുദ്ധം ചെയ്യാൻ വരുന്ന അങ്ങനെ കാര്യങ്ങളും ഒന്നും പറയാതെ ഇന്ത്യയിലേക്ക് ഒരു അറ്റാക്ക് നടക്കുകയാണ് മക്കളെ. 1962 ഒക്ടോബറിൽ ചൈന എന്ത് നടത്തുന്നു, ഒരു സർപ്രൈസ് എന്നും നമുക്ക് ഇഷ്ടമല്ലേ, പക്ഷെ ഇന്ത്യക്കാർക്ക് ഈ ഒരു തരത്തിലുള്ള സർപ്രൈസ് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. എന്താ നടക്കുന്നത്, സർപ്രൈസ് അറ്റാക്ക് ആണ് നടത്തുന്നത്. എവിടെയാണ്? നോക്കിയേ, ഓൺ ഇന്ത്യൻ ഫോഴ്സസ് ഇൻ അക്സായ് ചിൻ ആൻഡ് അരുണാചൽ പ്രദേശിലെയും അക്സായ് ചിന്നിലെയും അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഒരു സർപ്രൈസ് അറ്റാക്ക് ആണ് നടത്തുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് മരണപ്പെടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഡിഫീറ്റിലേക്ക് മക്കൾ നോക്കിക്കേ, ആ സമയത്ത് ഇന്ത്യൻ ആർമിയാണ് ഇൽ പ്രിപ്പയർഡ് ആണ്. ഒരിക്കലും ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്ന അവരൊരിക്കലും വിചാരിച്ചില്ല. ബിക്കോസ് നെഹ്റു മുൻകൈ എടുത്ത് ചൈനയുമായിട്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇന്ത്യ ആ സമയത്ത് ഫേസ് ചെയ്തു. അങ്ങനെ അക്സായ് ചിൻ എന്ന് പറയുന്ന നമ്മുടെ അരുണാചൽ പ്രദേശിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തു, യെസ്, അവര് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അക്സായ് ചിൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഇവരെന്ത് ചെയ്തു, അക്സായ് ചിൻ എന്ന് പറയുന്ന ഏരിയയും അതേപോലെ അരുണാചൽ പ്രദേശിന്റെ ഭാഗവും എന്ത് ചെയ്തു, ഇവര് പിടിച്ചെടുത്തു. അപ്പൊ ഇതാണ് 1962 വാർ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതും അതാ ക്ലിയർ ചെയ്തു കഴിഞ്ഞു. ദെൻ ദ ഫൈനൽ വാറിന്റെ കോൺസിക്വൻസ്, പരിണിത ഫലങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കിക്കേ, ഒരു ടെറിറ്റോറിയൽ ലോസ് ഇവിടെ മക്കളെ സംഭവിക്കുകയാണ്. അതായത് നോക്കിക്കേ, ഇന്ത്യ ലോസ്റ്റ് കൺട്രോൾ ഓഫ് അക്സായ് ചൈൻ ആൻഡ് പാർട്സ് ഓഫ് അരുണാചൽ പ്രദേശ്. അക്സായ് ചൈൻ എന്ന് പറയുന്ന ഒരു ഏരിയയും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളും ഇന്ത്യക്കാരെ കൈ നഷ്ടപ്പെട്ടു. അടുത്തത് എന്താണ്, സ്ട്രെയിൻ റിലേഷൻ. The war lead to significant territory in India-China relation which remains strained to this day. So ഇതുവരെ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ എന്ത് ചെയ്തു, ഒരു കുലുക്കം തട്ടി, ഒരു ഷേക്ക് ഐലൻഡ് അത് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് മിലിറ്ററി മോഡേണൈസേഷൻ. മക്കളെ ഈ ഒരു വാറ് കാരണം നമ്മൾ ഇന്ത്യൻ ആർമി കൂടുതൽ മോഡേണൈസ് ആവാൻ തുടങ്ങി. ദാറ്റ് നമ്മളെ ഡിഫൻസിന്റെ കപ്പാബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇനി ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ പരാജയപ്പെടരുതല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആൻഡ് ഷിഫ്റ്റ് ഇൻ ഫോറിൻ പോളിസി, വിദേശകാര്യ നയത്തിൽ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവന്നു അല്ലെ. ഈ ഒരു വാറ് കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു മാറ്റം കൊണ്ടുവന്നു. അത്രയും കാലത്തോളം നമ്മളെ നോൺ അലൈൻമെന്റ്, ചേരാ നയം എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യ നയം അതായിരുന്നു. എന്നാൽ അത് മാറി, അതായിരുന്നു. അതേപോലെ തന്നെ സെൽഫ് റിലയൻസ് എന്നുള്ള ഒരു
പോളിസിയാണ് നമുക്ക് ഉണ്ടായത്. ഇതിലൊക്കെ ചേഞ്ചസും കാര്യങ്ങളും വരാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 എസ്സേയും നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്റെ മക്കള് ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരും. അപ്പൊ മക്കൾക്ക് ഈ നമ്മളെ ഈ ഒരു എക്സാമിന് വരുന്ന ചാപ്റ്ററിന് ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതേപോലെ വേണ്ടത് എന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മിസ് ആ ഒരു വീഡിയോസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസ് അല്ല, ചെറിയൊരു കോണ്ടന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോണ്ടന്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇനി എന്താണ് മിസ്സിൽ നിന്ന് എന്റെ മക്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏതൊക്കെ വീഡിയോസ് ആണ്, ഏതൊക്കെ ക്ലാസ്സസ് ആണ്, ഏതൊക്കെ കോണ്ടന്റ്സ് ആണ് എന്റെ മക്കൾക്ക് ഇനി വേണ്ടതെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു കോണ്ടന്റ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.